തിരിച്ചെത്തി സാർ. ഞാൻ എത്തി. ശരി. കുറെ നാളായല്ലോ ഞാൻ വിചാരിച്ചു യാത്ര തീർന്നു എത്തി. യാത്രയൊക്കെ നന്നായിരുന്നു അല്ലേ? എന്തോ? യാത്രയൊക്കെ നന്നായിരുന്നു. യാത്രയൊക്കെ നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നമസ്തേ സാർ. നമസ്തേ. കോഡിങ് ആയോ? സാർ അങ്ങനെ അനൗൺസ് ചെയ്തായിരുന്നു. റെക്കോർഡിങ്ങിന്റെ സൈൻ ഉണ്ട്. നമുക്ക് തുടങ്ങി. ഇങ്ങനെ നമുക്ക് ആരംഭിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ കുട്ടികൾക്കും ഉന്നതമായ ഏകാദശം 7-ാം അധ്യായം 43 എഴുതിയിട്ടുണ്ട്. അതെ സാർ. ഏകാദശസ്കന്ധം 7-ാം അധ്യായം ശ്ലോകം 43. യദുവിനോട് ഗുരുക്കന്മാരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവധൂതൻ പറഞ്ഞു ഓരോ ഗുരുക്കന്മാരെ കുറിച്ചുള്ള വിവരണമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതില് ആകാശത്തെ കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. എന്റെ ബാക്കിയാണ് ഇപ്പോഴും. തേജോപന്നമയ ഭാവയൻ മേഘാദ്യേർവായുനേരിതൈ അസ്പൃശ്യതേ നഭസ്തദ്വൻ കാലസൃഷ്ടേർ ഗുണൈ പുമാൻ. തേജസ് അപ്പ് അന്നം. തേജസ് അഗ്നി, അപ്പ് വെള്ളം, അന്നം അന്നം തന്നെ. തേജോ അപ് അന്നമയേഹി ഭാവൈഹി. ഈ 3 ഭാവങ്ങളാൽ ഈ 3 എണ്ണങ്ങളുടെ വികാരങ്ങൾ മാറ്റങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് മേഘാദ്യേർ വായുവിനെ എരിതേ മേഘ ആദികളായ വായുവിനാൽ ഈരിതം പ്രേരിപ്പിക്കപ്പെടുന്നു. വായുവിനാൽ പ്രേരിപ്പിക്കപ്പെടുന്ന മേഘം മുതലായവയാൽ നസ്പൃശ്യതേ നഭസ്തത്വ. നഭഃ നസ്പൃശ്യതേ, ആകാശത്തെ സ്പർശിക്കുന്നില്ല. അതുപോലെയാണ് കാലസൃഷ്ടേഹി ഗുണേഹി പുമാൻ നസ്പൃശ്യതേ. കാലസൃഷ്ടങ്ങളായ ഗുണങ്ങൾ ഒരു പുരുഷനെ സ്പർശിക്കില്ല. ആകാശം പഠിപ്പിക്കുന്ന
മറ്റൊരു തത്വമാണ്. കാലത്തിന്റെ ശക്തി കൊണ്ട് ഈ പ്രകൃതിയിലുള്ള 3 ഗുണങ്ങൾ സത്വരജസ്തമസ്, അവയിലുള്ള പഞ്ചഭൂതങ്ങൾ, അതിൽ നിന്നും ദേഹമുണ്ടാകും. ദേഹത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് അഗ്നി, ജലം, അന്നം ഇവയുടെ വികാരമായ ദേഹം കൊണ്ടാണ്. ദേഹം വളർന്ന് പരിപുഷ്ടി പ്രാപിക്കുന്നത് അതിലെ അഗ്നി കൊണ്ടും ജലാംശം കൊണ്ടും അന്നമയം കൊണ്ടുമാണ്. മേഘം ആകാശത്തെ എന്ന പോലെ ഇത് ആത്മാവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ തേജോ അപ് അന്നമയ വികാരങ്ങൾ ശരീരത്തിനാണുള്ളത്. പക്ഷെ ആത്മാവിനെ ആശ്രയിച്ചു നിൽക്കും. വായുവിന്റെ പ്രേരണ കൊണ്ട് അങ്ങുമിങ്ങും വട്ടം കറങ്ങി ഓടിക്കൂടി കഷ്ണങ്ങളായി കൂടിക്കിടക്കുന്ന മേഘം ആകാശത്തെ ഒരു കാരണവശാലും ബാധിക്കത്തില്ല. പക്ഷെ ഈ മേഘം ആകാശത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ മേഘം എന്തൊക്കെ ചെയ്താലും ആകാശത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുപോലെയാണ് അന്നമയം കൊണ്ട് എന്തൊക്കെ ഭാവങ്ങൾ ശരീരത്തിനുണ്ടായാലും അത് ആത്മാവിനെ ബാധിക്കത്തില്ല. ആത്മാവിനെ ആശ്രയിക്കില്ല. ആത്മാവ് അസംഗനാണ്. ഇത് ആകാശം പഠിപ്പിച്ച ദൃഷ്ടാന്തമാണ്. എന്തൊക്കെ ഇവിടെ നിങ്ങൾ ഘോഷിച്ചാലും ഇതൊന്നും ആകാശമായി എന്നെ ബാധിക്കില്ല. വായുവിന്റെ പ്രേരണ കൊണ്ട് എത്രയെത്ര മേഘങ്ങൾ എവിടൊക്കെ മാറിക്കളിച്ച് സഞ്ചരിച്ചാലും അത് ആകാശത്തെ ബാധിക്കാത്തതുപോലെ അന്ന അഗ്നി വികാരങ്ങൾ കൊണ്ട് എത്രയെത്രയോ മാറ്റങ്ങൾ സംഭവിക്കുന്ന ശരീരത്തിന് വണ്ണം വെക്കുന്നു, വണ്ണം കുറയുന്നു, ക്ഷീണിക്കുന്നു, ശോഷിക്കുന്നു. ഈ വക ഒരു വികാരവും ശരീരത്തെ മാത്രമേ ബാധിക്കൂ. ഞാൻ എന്ന ആത്മതത്വത്തെ ബാധിക്കത്തില്ല. എന്റെ ശരീരമാണ് വളർന്നു വലുതാകുന്നത്, ഞാനല്ല. ശരീരം എത്ര വളർന്നു വലുതായാലും അതിലെ ഞാൻ തന്നെ, അതെന്നെ ബാധിക്കത്തില്ല. ആകാശത്തെ മേഘവും കാറ്റും ബാധിക്കാത്തതുപോലെ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ഈ ആകാശം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ആകാശം എന്റെ ഗുരുവായി. എത്ര വലിയൊരു ആത്മതത്വമാണ് ആകാശം പഠിപ്പിക്കുന്നത്. ആകാശത്തെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുമ്പോൾ മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ. ഇതാണ് ഇദ്ദേഹം ഇതിന് ഉപദേശിച്ചത്. തേജോ അപന്നമയർ ഭാവയർ മേഘാദ്യേർവായുനേരിതയും സ്പൃശ്യതേ നഭസ്തദ്വൽ കാലസൃഷ്ടേ ഗുണൈപുമാൻ. തേജോ അന്നമയർ ഭാവേ മേഘാദ്യേർവായുനേരിതയും സ്പൃശ്യതേ നഭസ്തദ്വം കാലസൃഷ്ടേ ഗുണൈപുമാൻ. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യസ്തീർത്ഥപൂർണൃളാം മുനി പുനത്യപാം മിത്രം ഈക്ഷോപസ്പർശകീർത്തനൈ. അടുത്തത് ജലമാണ്. ജലത്തിൽ നിന്നും ഞാൻ ഒരു പാഠം പഠിച്ചു. ജലം എന്റെ ഗുരുവാണ്. സ്വച്ഛഹസ്യ, നിർമ്മലനായിരിക്കണം എന്ന്. ജലത്തിന്റെ പ്രകൃതിസിദ്ധമായ സ്വഭാവം നൈർമല്യമാണ്. എന്തൊക്കെ ചെളി അതിലേക്ക് ഇട്ടാലും കലക്കലിട്ടാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അടിയിലേക്ക് അടിഞ്ഞിട്ട് വെള്ളം തെളിഞ്ഞ് നിന്നതാണ്. ഒരു മനുഷ്യന് എന്തൊക്കെ മാലിന്യങ്ങളും ദുശ്ചിന്തകളും ഒക്കെ മനസ്സിൽ കടന്നു കൂടിയാലും അതിനെല്ലാം ഇറക്കി കളഞ്ഞ് നിർമ്മല ചിത്തനാവണം എന്ന് വെള്ളം പഠിപ്പിച്ചു. സ്വച്ഛ പ്രകൃതിതഃ സ്നിഗ്ധ, സ്വഭാവം കൊണ്ട് തന്നെ സ്നിഗ്ധനാണ്. സ്നേഹസ്വരൂപനാണ്. സ്നേഹം എന്ന് വെച്ചാൽ മയമുള്ളവനാണ് എന്ന്.
വെള്ളത്തിന്റെ ഈ ഒരു ഭാവം മയപ്പെടുത്തലാണ്. കാഠിന്യമുള്ള എന്തിനേയും കുറച്ച് കട്ടിപിടിച്ചിരിക്കുന്ന എന്തിനേയും മയപ്പെടുത്തി ലാഘവമാക്കി മാറ്റാനുള്ള കഴിവ് വെള്ളത്തിനുണ്ട്. ഈ കഴിവ് എന്നിലുണ്ടാക്കണം എന്ന് വെള്ളം എന്നെ പഠിപ്പിച്ചു. മയപ്പെടുത്താനുള്ള ഒരു ഭാവം അത് ഞാൻ പഠിച്ചത് വെള്ളത്തിൽ നിന്നാണ്. പ്രകൃതിതഃ സ്നിഗ്ധ മാധുര്യ, ജലത്തിന്റെ സഹജമായ ഗുണം മാധുര്യമാണ്. ജലേ മധുരേവ രസ, ജലത്തിന്റെ രസം മധുരമാണ്. ഇങ്ങനെ മധുരമായി സംഭാഷണം ചെയ്യണം എന്ന് വെള്ളം എന്നെ പഠിപ്പിച്ചു. സ്വച്ഛ പ്രകൃതിതഃ സ്നിഗ്ധോ മാധുര്യ തീർത്ഥഭൂ നൃണാം, മനുഷ്യർക്ക് തീർത്ഥഭൂമിയായി തീരണം. വെള്ളത്തിന് മറ്റു സ്വഭാവം ഇതാ, തീർത്ഥഭൂ പൂജനീയനാണ്. വെള്ളത്തെ തീർത്ഥമായി കണ്ട് ആദരിക്കും, ബഹുമാനിക്കും. എന്തുകൊണ്ടാണ്? ഈ തീർത്ഥത്വം കൊണ്ടാണ് വെള്ളത്തെ ബഹുമാനിക്കുന്നത്, അല്ലെ ആരും മാനിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? തീർത്ഥം പോലെ പരിശുദ്ധനായി മറ്റാരാലും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കണം എന്ന് വെള്ളം പഠിപ്പിച്ചു. മുനി പുനാദി അപാം മിത്രം ഈക്ഷോപസ്പർശകീർത്തനേ, ഇങ്ങനെ ഒരു മുനി പോലെ ആയിരിക്കണം എന്ന്. ഇതൊക്കെ ഒരു മുനിയുടെ ഗുണങ്ങളാണ്. സ്വച്ഛഃ പ്രകൃതിതഃ മാധുര്യ തീർത്ഥഭൂ, ഇതൊക്കെ ഒരു മുനിയുടെ ഭാവങ്ങളാണ്. അതുപോലെ പുനാദി പരിശുദ്ധമാക്കുന്നു. അപാം മിത്രം, ജലങ്ങളുടെ മിത്രവും ബന്ധുവുമാണ് മുനി. അപാം മിത്രം മുനിഹി ഈക്ഷോപസ്പർശകീർത്തനൈഹി, ഈക്ഷത്തെ കാണുക, ഉപസ്പർശം തൊടുക, കീർത്തനം കീർത്തിക്കുക, ഇവ കൊണ്ട് പരിശുദ്ധമായി തീരുക. തീർത്ഥത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം ഇതാണ്. ഗംഗ മുതലായ തീർത്ഥങ്ങൾ നോക്കൂ, ആ ജലം കൊണ്ട് ശരീരശുദ്ധി വരുത്തുക, അത് പാനം ചെയ്യുക, അതിന്റെ മാഹാത്മ്യം കീർത്തിക്കുക. ഗംഗയെ കണ്ടാൽ മതി, ഗംഗയിൽ ഇറങ്ങി ഒന്ന് ആചമിച്ചാൽ മതി, കുളിച്ചാൽ മതി, ഗംഗയെ കുറിച്ച് കീർത്തനം പാടിയാൽ മതി. ഇതുകൊണ്ട് പുനാദി ശുദ്ധീകരി. ഇതുപോലെ മുനിയും കാണുന്നവരെയും നമസ്കരിക്കുന്നവരെയും നല്ല ഉപദേശം കൊണ്ട് അനുഗ്രഹിച്ച് അജ്ഞാനാദികൾ നീക്കി പരിശുദ്ധരാക്കി തീർക്കണം എന്ന് ഈ വെള്ളം എന്നെ പഠിപ്പിച്ചു. ജലത്തിൽ നിന്ന് എന്ത് പാഠങ്ങളാണ് പഠിക്കേണ്ടത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നിടം വരെ വെള്ളം നമ്മുടെ കൂടെ ഉണ്ടാവും, കൂട്ടുകാരൻ. പക്ഷെ ഈ വെള്ളം ഒരു ഗുരുവാണെന്ന് നമ്മൾ ധരിക്കാറില്ല. എത്ര പാഠങ്ങൾ വെള്ളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യ തീർത്ഥഭോർമൃളാം മുനി പുനത്യപാം മിത്രം ഈക്ഷോപസ്പർശകീർത്തനേ. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യ തീർത്ഥഭോർമൃളാം മുനി പുനത്യപാം മിത്രം ഈക്ഷോപസ്പർശകീർത്തനേ. തേജസ്വീ തപസാദീപ്തോ ദുർധർഷോദരഭാജനം സർവഭക്ഷോഭിയുക്താത്മാം നാദത്തെ മലമഗ്നിവത്. ഇനി അടുത്ത അഗ്നിയാണ്. അഗ്നി എന്റെ ഗുരുവാണ്. ഒന്ന് തേജസ്വി, നല്ല പ്രകാശമുള്ളവനായിരിക്കണം. എപ്പോഴും പ്രസന്നവദനായി നല്ല പ്രകാശമുള്ളവനായി ആർക്കും വെളിച്ചം പകരുന്നവനായിരിക്കണം എന്ന് അഗ്നിയുടെ യഥാർത്ഥമായ സ്വഗുണം കൊണ്ട് അഗ്നി പഠിപ്പിച്ചു. പിന്നൊന്ന് തപസ് ചെയ്യുക, ചൂടാകുക, തപിക്കുക എന്നുള്ളത് അഗ്നിയുടെ മറ്റൊരു ഗുണമാണ്. അഗ്നി ചൂട് പിടിപ്പിക്കലാണെങ്കിൽ ഞാൻ തപസ് കൊണ്ട് എന്ത് ചെയ്യാണ്? പരിശുദ്ധനാക്കുക.
ദീപ്തോ ഉജ്ജ്വലിക്കുന്നവനായിരിക്കും. ദുർധർഷോദരഭാജനാം, ദുർധർഷനായിരിക്കണം. ആർക്കും അതിക്രമിച്ച് കടക്കാൻ പറ്റില്ല. ആരും കയറി കിടന്ന് കളിക്കാൻ പറ്റരുത്. ആരും എന്നെ വിറ്റ് വിലക്ക് മേടിക്കരുത്. ദുർധർഷനായിരിക്കണം. അടുക്കൽ നിന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ച് പോകാം. അകത്ത് കയറാൻ അനുവദിക്കരുത്. വെള്ളം അങ്ങനെ, സമുദ്രം അങ്ങനെയാണ്. ദൂരെ ഒന്ന് കാണാൻ നല്ല ഇഷ്ടമാണ്. അകത്തേക്ക് ഇറങ്ങി ചെന്നാൽ പോയി. അതുപോലെ ദുർധർഷനായിരിക്കണം. ആർക്കും അതിക്രമിച്ച് കിടക്കാൻ പറ്റാത്തവനായിരിക്കണം എന്ന് അഗ്നി പഠിപ്പിച്ചു. ഉദരഭാജന, വയറാകുന്ന പാത്രത്തോടു കൂടിയവനാണ്. അഗ്നിയെ സംബന്ധിച്ച് പാചകം ചെയ്യാനുള്ള ഒരു പാത്രം ഉദരം മാത്രമേ ഉള്ളൂ. ഈ ശരീര അവയവത്തിൽ അഗ്നി കൊടുത്തിരിക്കുന്നത് മാത്രമാണ്. അത് ദഹനം നടക്കുന്ന അവിടെയാണ്. അതേപോലെ എനിക്ക് ഉപജീവന വൃത്തിക്ക് ഈ വയറ് മാത്രമല്ല, ഈ വയറ്റിൽ കൊള്ളുന്ന അത്ര ഭക്ഷണമേ എനിക്ക് ആവശ്യമുള്ളൂ. അത് എൻ്റെ കയ്യിൽ കൊള്ളുന്ന അത്രയും ഭക്ഷണം ആരോടും വാങ്ങാം, വയറ് നിറയ്ക്കാം, അതേ വേണ്ടൂ. പിന്നെ വിശക്കുമ്പോഴല്ലേ. ശേഖരിച്ചു വയ്ക്കരുത്. അന്നന്ന് കിട്ടുന്നതുകൊണ്ട് അന്നന്ന് കഴിയുക, അപ്പോഴപ്പോൾ വയറിനെ നിറയ്ക്കുക, പിന്നെ വിശക്കുമ്പോൾ വീണ്ടും എവിടുന്നെങ്കിലും അന്നുണ്ടാക്കിയെടുക്കുക. അത് ഈ പ്രകൃതിയിൽ ഇഷ്ടം പറയും. ഇതും അഗ്നിയെ പഠിപ്പിച്ചു. സർവഭക്ഷക, എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവനാണെങ്കിലും അഭിയുക്താത്മാ, മനസ്സിനെ ആത്മാവുമായിട്ട് യോജിപ്പിച്ച് നിർത്താൻ കഴിയുന്നവനാണ് എന്ന്. എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവന് സർവഭക്ഷകനാണ്. എന്തും എന്നിലേക്ക് വന്നോട്ടെ, ഏത് മാലിന്യവും എന്നിലേക്ക് വന്നോട്ടെ, ഏത് ചീത്ത വസ്തുക്കൾ അഗ്നിയിലേക്ക് വലിച്ചെറിയാം, ഒരു കുഴപ്പമില്ല. അത് അഗ്നിശുദ്ധി. എന്തും എന്നിലേക്ക് വന്നോട്ടെ, ഞാൻ അതിനെ പാകപ്പെടുത്തി ശുദ്ധീകരിച്ചു. എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ ഞാൻ ആത്മാവിലേക്ക് ഒതുക്കി നിർത്തുന്നവനായി. സർവഭക്ഷോ അഭിയുക്താത്മാ നാദത്തെ മലം അഗ്നിവത്. അഗ്നിയെപ്പോലെ അശുദ്ധിയെ നാദത്തെ സ്വീകരിക്കുന്നില്ല. അഗ്നി എപ്പോഴും പരിശുദ്ധമായി തന്നെ ഇരിക്കും. എത്ര മാലിന്യം സ്വീകരിച്ചാലും അഗ്നി അശുദ്ധമാവില്ല, മലിനമാവില്ല. മാലിന്യം സ്വീകരിച്ചാലും എന്ത് ചെയ്യത്തില്ല, അത് മലിനമാവില്ല. മാലിന്യത്തെ സ്വീകരിക്കും, മലിനപ്പെടില്ല. അതുപോലെയാണ് ശുദ്ധാശുദ്ധ പദാർത്ഥങ്ങളെ അഗ്നിക്ക് എപ്പോഴും പരിശുദ്ധമായി മാത്രമേ തോന്നൂ. ഒരു മുനിയും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തിയ മനസ്സോടു കൂടി ആയാൽ അശുദ്ധിയും പാപവും ലേശം ബാധിക്കത്തില്ല. ഇത് അഗ്നി പഠിച്ചു. അഗ്നിയിൽ നിന്ന് എത്ര പാഠങ്ങളാണ് പഠിച്ചത്? തേജസ്വി തപസാദീപ്തോ ദുർധർഷോദരഭാജരാം സർവഭക്ഷോപയുക്താത്മാ നാദത്തെ മലാഗ്നിവത്. തേജസ്വി തപസാദീപ്തോ ദുർധർഷോദരഭാജരാം സർവഭക്ഷോഭിയുക്താത്മാ നാദത്തെ ഫലമഗ്നിവത്. ക്വചിച്ഛന്ന ക്വചിസ്പഷ്ട ഉപാസ്യശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ധാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം. ഇനിയും അഗ്നി പഠിപ്പിച്ച മറ്റൊരു കാര്യം, ക്വചിത് ഖന്നഃ, ചിലപ്പോഴഗ്നി മറഞ്ഞിരിക്കും, വെളിച്ചത്ത് വരില്ല. ഈ പ്രകൃതി കാണുന്ന എല്ലാ വൃക്ഷങ്ങളിലും എല്ലാ മരങ്ങളിലും മരക്കമ്പുകളിലും അഗ്നി, പക്ഷെ പുറത്ത് വരും. തമ്മിൽ ഒന്ന് കൂട്ടി ഉരസിയാൽ അകത്തും പുറത്ത് വരും. അതുപോലെ എല്ലാം ഉള്ളിലൊതുക്കി എല്ലാം അറിഞ്ഞ് ശാന്തനായിരിക്കണം. കുതിച്ഛന്ന കുതിസ്പഷ്ട, ചിലപ്പോ സ്പഷ്ടമാണ്.
രണ്ട് കമ്പുകൾ കൂട്ടിയൊരുക്കുമ്പോഴോ അങ്ങനെയുള്ള ചില സന്ദർഭത്തിൽ അതിൽ നിന്നും അഗ്നി പുറത്തേക്ക് വരും. ഉപാസ്യ, ആർക്കും ഉപാസിക്കാൻ പറ്റുന്നവരായിരിക്കും. ഉപാസ്യനാണ്. അഗ്നി ഉപാസ്യനായ ഒരു ദേവതയാണ്. ആർക്കും അതിനെ യോഗിക്കാൻ, ആശ്രയിക്കാൻ പറ്റുന്ന ആളാണ്. അതില്ലാതെ നമുക്ക് കഴിയാൻ പറ്റില്ല. ശ്രേയ ഇച്ഛതാം, ശ്രേയസ് ആഗ്രഹിക്കുന്നത്. തുന്തേ സർവത്ര ധാതൃണാം ദഹൻ, ധാതൃണാം കൊടുക്കുന്നവരുടെ പ്രാഗ് ഉത്തരാശുഭം, മുമ്പ് ഉണ്ടായിരുന്ന പാപത്തെ ദഹൻ നശിപ്പിച്ചുകൊണ്ട് അവർ കൊടുക്കുന്നതിനെ തുന്തേ സ്വീകരിക്കും. അഗ്നിഹോത്രാദികളായിരുന്ന കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതുമായ പാപങ്ങളെ സംഹരിക്കൽ ആണ് എൻ്റെ ലക്ഷ്യം. അഗ്നി അങ്ങനെ തന്നെയാണ്. ആരെന്തെടുത്തിട്ടാലും അതിനെല്ലാം സ്വീകരിച്ച് ദഹിപ്പിച്ചിരിക്കുന്നത് പോലെ. അതുപോലെ ആവണം ഒരു മുനിയും. തന്റെ മഹാത്മ്യത്തെ ഇടയ്ക്ക് പ്രകാശിപ്പിക്കും, ചിലപ്പം പ്രകാശിപ്പിക്കാതെ ശാന്തസ്വരൂപനായിട്ട് താൻ ശേഖരിച്ചു കൊണ്ടെന്ന് സഞ്ചിതവും പ്രാരബ്ധവുമായ ആഗാമികവുമായ കർമ്മങ്ങളെയൊക്കെ ഈ അഗ്നിയിൽ നശിപ്പിച്ച് തന്നെ ആശ്രയിക്കുന്നവർക്ക് മോക്ഷം കൊടുത്ത് പാപരഹിതനായിരിക്കുന്നു എന്ന് അഗ്നിയിൽ നിന്നും പഠിച്ചു. അത് അഗ്നിയെ സ്വീകരിക്കുന്നവർക്ക് ജന്മാന്തരങ്ങളിലുള്ള പാപം, ഇപ്പോഴുള്ള പാപം, വരാൻ പോകുന്ന പാപത്തെയൊക്കെ നശിപ്പിച്ച് ഭുങ്ക്തേ, അതൊക്കെ തന്നെ സ്വീകരിച്ചിട്ട് ഈ ആശ്രയിക്കുന്നവർക്കൊക്കെ ഉപാസ്യനായി മോക്ഷം കൊടുക്കുന്നവനായി തീരും. ക്വചിച്ഛന്ന ഉപാസ്യശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ധാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം. ക്വചിച്ഛന്ന ക്വചിസ്പഷ്ട ഉപാസ്യശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ധാതॄണാം ദഹൻ പ്രാഗുത്തരാശുഭം. സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭോ പ്രവിഷ്ട ഈയതേ തത്തത് സ്വരൂപോ നിവേദഫീം. ഇനിയും അഗ്നിയുടെ മറ്റ് ചില സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ്. സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭു. സ്വന്തം മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സത്തും അസത്തുമെന്ന ലക്ഷണത്തോടു കൂടിയ ഈ പ്രപഞ്ചത്തെ സ്വമായ സൃഷ്ടമിതം സത് അസത് ലക്ഷണം ആരെ? വിഭുവായ ഭഗവാൻ. അങ്ങനെ സൃഷ്ടിച്ചിട്ട് പ്രവിഷ്ട, അതിൽ പ്രവേശിച്ചിട്ട് ഈയതേ തത്തത് സ്വരൂപോ അഗ്നിവൈദധി. ഈയതേ കാണപ്പെടുന്നു, തത്തത് സ്വരൂപോ അതാത് സ്വരൂപത്തിൽ കാണപ്പെടുന്നു, അഗ്നിഹി ഏധസി ഇവ. വിറകിൽ അഗ്നിയെ കാണപ്പെടുന്നവർ. അഗ്നിക്ക് രൂപമുണ്ടോ? ഇല്ല. പക്ഷെ അഗ്നി ഏത് രൂപം സ്വീകരിക്കും? താൻ ഏതിലിരിക്കുന്നോ ആ രൂപം സ്വീകരിക്കും. അത് അഗ്നിയുടെ ഒരു മഹത്വമാണ്. അരൂപനായ ആത്മസ്വരൂപന് തുല്യനാണ് അഗ്നി. പക്ഷെ ആത്മസ്വരൂപനായ അഗ്നി ഏതേത് ഇന്ധനത്തിൽ പ്രവേശിക്കുന്നുവോ ആ ഇന്ധനത്തിന് ആകെ സ്വീകരിക്കും. നീളമുള്ള വിറകിലാണെങ്കിൽ അഗ്നി നീണ്ട് കത്തി വരും. വട്ടത്തിലാണെങ്കിൽ അഗ്നി വട്ടത്തിൽ കത്തി വരും. ഒരു ചെറിയ തീപ്പൊരി പോലെ സാമ്പ്രാണിയിലാണെങ്കിൽ അത്രയും കത്തും.
ഒരു തിരിയിലാണെങ്കിൽ ആ തിരിയുടെ വലുപ്പം അനുസരിച്ച് അത് കത്തും. പന്തത്തിലാണെങ്കിൽ ആ വലുപ്പം അനുസരിച്ച് കത്തും. ഇന്ധനം ഏതോ ആ ഇന്ധനത്തിനനുസരിച്ച് അതിൽ പ്രകാശിക്കും. ഈ ഇന്ധനങ്ങളൊന്നും അഗ്നിയെ ബാധിക്കത്തില്ല. ഇതുപോലെയാണ് ആത്മസ്വരൂപനായ ഈശ്വരൻ. പരമാത്മ ചൈതന്യം ആകൃതിയില്ല. പക്ഷെ അത് ഏതേത് ജീവാത്മാക്കൾ പ്രവേശിക്കുന്നോ ആ ആകൃതി ശക്തി. മരമാകും, അഗ്നിയാകും, വായുവാകും, ആകാശമാകും, കാലമാകും, തിക്കാകും, ഒരു കല്ലാകും, ഒരു മരമാകും, ഇതൊക്കെയാകും. ഒരു മനുഷ്യനാകാം, പൂച്ചയാവാം, എലിയാവാം. ഏത് ആകൃതി സ്വീകരിക്കുന്നുവോ അതെല്ലാം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ശ്രേഷ്ഠവും നികൃഷ്ടവുമായ സകല വിഷയവുമായ ദേവമനുഷ്യ തിര്യഗാദികളൊക്കെ പ്രവേശിച്ചിട്ട് അതാത് രൂപേണ കാണപ്പെടുന്ന ഉപാധി അനുസരിച്ച് പ്രകാശിക്കുന്ന അഗ്നിയെ പോലെയാണ് ആത്മാവായ ഞാൻ എന്ന് പഠിക്കണം. അഗ്നി പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വം അതാണ്. ജീവാത്മഭാവം എങ്ങനെ ആത്മസ്വരൂപനായ ഈശ്വരൻ ഈ പ്രകൃതിയിൽ സമസ്ത ജീവജാലങ്ങളിലും ബാധിക്കുന്നു എന്ന് അഗ്നിയെ നോക്കി വേദാന്തങ്ങൾ, ഉപനിഷത്തുകൾ, ഗീത മുഴുവനും ഈ അഗ്നി പഠിപ്പിക്കുകയാണ്. ഒരു പുസ്തകവും വേണ്ട, തന്നെ നോക്കി പഠിച്ചോളൂ. താൻ ഇങ്ങനെയാണ് കഴിയുന്നത്. സ്വമായ സൃഷ്ടമിതം സദസല്ലക്ഷണം വിഭോ പ്രവിഷ്ട ഈയതേ തത്തരൂപോ നിർവൈധി. സ്വമായ സൃഷ്ടമിതം സദസല്ലക്ഷണം വിഭോ പ്രവിഷ്ട ഈയതേ തത്തരൂപോ നിർവൈധി. വിസർഗത്യാശ്മശാനാന്താഭാവാദേഹസ്യനാത്മന കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർത്തന. അടുത്ത് ചന്ദ്രൻ എന്ത് പഠിപ്പിക്കുന്നു? വിസർഗാദ്യാഹ, വിസർഗം സൃഷ്ടിയാണ്. ആദിയായി ശ്മശാനാന്താഹ ഭാവാഹ, സൃഷ്ടി മുതൽ ശ്മശാനത്തിൽ അവസാനിക്കുന്ന മരണം എന്ന ഭാവം വരെ ദേഹസ്യ, ദേഹത്തിനാണ് ആത്മന, ആത്മാവിന്. എങ്ങനെ? കലാനാമിവ ചന്ദ്രസ്യ കാലേന അവ്യക്തവർണ്ണന. അസ്പഷ്ടഗതിയോട് കൂടിയ അവ്യക്തവർണ്ണന, സ്പഷ്ടമാവാത്ത വഴിയോട് കൂടിയ കാലേന, കാലത്താൽ ചന്ദ്രസ്യ കലാനാമിവ, ചന്ദ്രന് കലകളെ എന്നതുപോലെ ശരി. ഞാൻ ക്ലാസ്സിലാണ് ഇത്രയും വിളിച്ചാൽ മതിയോ? ഓ, ഇപ്പൊ എവിടെയാ എത്തിയോ? ഓ, അത് ശരി, അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒന്ന് പോകും. ഞാൻ വിളിക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഫ്രീ ആവും. ജനനം മുതൽ മരണം വരെയുള്ള പൃഥ്വിക്ഷയങ്ങൾ, ജനിക്കുമ്പോഴുള്ള ഞാനല്ല, മരിക്കാറാകുന്ന സമയത്തുള്ള ഞാൻ, ഈ ഭാവങ്ങളൊക്കെ കാലം കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് ദേഹത്തിനേ ഉള്ളൂ, ആത്മാവിനില്ല എന്ന് ചന്ദ്രൻ പഠിപ്പിച്ചു. ചന്ദ്രന്റെ സദൈവയുള്ള ആകൃതി വൃത്താകൃതിയാണ്. പക്ഷേ ചിലപ്പോൾ കലകൾ ക്ഷയിക്കും, ചിലപ്പോൾ വർദ്ധിച്ചും വരും. ഇതൊന്നും ചന്ദ്രനെ ബാധിക്കത്തില്ല. എത്ര കലകൾ ക്ഷയിച്ച് ശോഷിച്ചൊരു ചെറിയ
അടയാളമായി മാറിയാലും ചന്ദ്രനെ ഇതൊന്നും ബാധിക്കത്തില്ല. കാരണം ചന്ദ്രൻ എപ്പോഴും പൂർണ്ണനാണ്. പക്ഷേ ഈ കലകൾ മാറി മാറി വരുന്നു. പിറ്റേ ദിവസം ഇതൊക്കെ വീണ്ടും വരും. മനുഷ്യ ജീവിതത്തിലെ അവസ്ഥകൾ ഇങ്ങനെ തന്നെയാണ്. വൃദ്ധിക്ഷയങ്ങൾ ജീവിതത്തിന്റെ കാലം കൊണ്ടുണ്ടാകുന്ന ഭാവമാണ്. ചന്ദ്രനും കാലം കൊണ്ടാണ് കലകൾ മാറി വരുന്നത്. ഇത് അനുഭവിക്കല്ലാതെ മറ്റൊരു വഴിയില്ല. അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്ന് ചന്ദ്രൻ പഠിപ്പിച്ചു. വിസർഗാദ്യശ്മശാനാന്താഭാവാദേഹഫ്യനാത്മനാം കലാനാമിവ ചന്ദ്രഫ്യകാലേന വ്യക്തവർത്തനാം. വിസർഗാദ്യശ്മശാനാന്താഭാവാദേഹഫ്യനാത്മനാം കലാനാമിവ ചന്ദ്രഫ്യകാലേന വ്യക്തവർത്തനാം. കാലേന ഹ്യോഖവേഗേന ഭൂതാനം പ്രഭാപ്യയോ നിത്യാവപി ന ദൃശ്യേത ആത്മനോഗ്നേർയഥാക്ഷിഷാം. അഗ്നിയുടെ ഒരു ഭാവം കൂടി വീണ്ടും ചന്ദ്രൻ കഴിഞ്ഞിട്ട് മുമ്പ് വിട്ടുപോയതായിരിക്കാം. ഒരു ഭാവം കൂടി അഗ്നിയെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. കാലേന ഹി ഓഘവേഗേന. ഓഘം എന്ന് വെച്ചാൽ പ്രവാഹം, ഒഴുക്ക്. ഓഘവേഗേന പ്രവാഹത്തിന്റെ വേഗം പോലെ ആണ് കാലം. കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു തടസ്സവും വരില്ല. നദിയുടെ നടുക്ക് എത്രയൊക്കെ കല്ല് വാരിയിട്ടാലും മരം വീണാലും അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. നിൽക്കുന്നതിന്റെ ഇടത്തേക്ക് തിരിയും, അല്ലെ വലത്തേക്ക് തിരിയും. എവിടേക്കാണോ ഒഴുകാൻ പറ്റുന്നത്. കാലം അങ്ങനെയാണ്. കാലേന ഹി ഓഘവേഗേന ഭൂതാനാം പ്രഭവ അപ്യയവും. ഭൂതങ്ങളുടെ പ്രഭവവും നാശവും, ഉണ്ടാവലും നശിക്കലും. നിത്യാവപി ന ദൃശ്യത്തെ ആത്മനോ. നിത്യമാണെങ്കിലും ആത്മാവിലത് കാണപ്പെടത്തില്ല. അഗ്നേഹ യഥാ അർച്ചിഷ. അഗ്നിയുടെ ജ്വാലകൾ എന്ന പോലെ ആത്മാവിൽ അത് കാണപ്പെടില്ല. അഗ്നിയിൽ നിന്നും അഭ്യസിച്ച ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവിടുന്ന് പോലെയാണ്. അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ജ്വാലകൾ ക്ഷണന്തോറും ഉത്ഭവിച്ചും നശിച്ചും കൊണ്ടേയിരിക്കും. ഒരു ജ്വാലയുണ്ടാവും, നശിക്കും, മറ്റുണ്ടാവും, നശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും അഗ്നിയെ ബാധിക്കത്തില്ല. അഗ്നിയുടെയാണ് ജ്വാല. പക്ഷെ അതിന്റെ ഏറ്റക്കുറച്ചിലുകള്, നീളക്കുറവ്, വർണ്ണഭേദങ്ങൾ, ഇതൊന്നും അഗ്നിയെ ബാധിക്കത്തില്ല. ജ്വാലകൾക്ക് ഉൽപ്പത്തിനാശങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. എണ്ണയും തിരിയും തീരുന്നത് വരെ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും. വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു. എണ്ണയും തിരിയും മുഴുവൻ തീരുന്നവരെ അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയത്തില്ല. ഇത് തീർന്നാലോ, എണ്ണയും തിരിയും തീർന്നാലോ അഗ്നി തന്നെ ശമിക്കും. എവിടെ പോയി? ഞാൻ എണ്ണയൊഴിച്ച് തിരിയിട്ട് എന്താണ് ഒരു തീപ്പട്ടിക്കുള്ളി ഒഴിച്ച് കത്തിച്ചതാണ്. നമുക്ക് എണ്ണയും തിരിയും തീരുന്ന മാത്രം അറിയാം. ഇതുപോലെയാണ് ആത്മസംബന്ധികളായ ദേഹങ്ങൾ നിമിഷം തോറും പുതിയ പുതിയ ഭാഗങ്ങൾ ചേർന്ന് പഴയ ഭാഗങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ ഭക്ഷണം കഴിച്ചതിന് ഉച്ചയ്ക്ക് വിശക്കും. ആദ്യം കഴിച്ച ഭക്ഷണത്തിലെ സാരാംശം പാകം വന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ചെന്ന് ചേരും. അപ്പൊ ആ സ്ഥലത്തിന് മുമ്പുണ്ടായിരുന്ന രക്തമാംസാദികളൊക്കെ ഉച്ഛ്വാസ നിശ്വാസ രൂപേണ വിയർപ്പ്, ചെളി എന്നിങ്ങനെ അത് നശിച്ചു കൊടുക്കണ്ടേ. കാലത്തിന്റെ വേഗം നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത, നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ദേഹത്തിൽ നിത്യേന മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊണ്ട് ഈ മാറ്റം നമ്മൾ ക്ഷണത്തിൽ അറിയത്തില്ല. ഓരോ ദിവസവും ശരീരത്തിലുണ്ടാകുന്ന മാറ്റം നമ്മൾ അറിയില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാം. അത് കാലത്തിന്റെ വേഗത കൊണ്ടാണ്. ഒരിക്കൽ കണ്ടതിനെ പിന്നെ 5-6 വർഷത്തിന് ശേഷം കണ്ടാൽ ആ ശരീരം മുൻസ്ഥിതിയിൽ നിന്നും ഭേദമാണ് തിരിച്ചറിയാം. നാളെ കണ്ടാൽ അറിയില്ല. അഗ്നിജ്വാലകൾ പോലെ പ്രതിനിമിഷം വികാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേഹം
ക്ഷണഭങ്കുരമാണെന്ന് അഗ്നി പഠിപ്പിച്ചു. അഗ്നിയെ പഠിച്ച മറ്റൊരു ഭാഗം, അഗ്നിയുടേതാണ് ജ്വാല. അതുണ്ടാകും, മറയും, വലുതാകും, ചെറുതാകും, തീരെയാകും, നശിക്കും, ഇല്ല എന്നാകും. എവിടെ പോയി അറിയത്തില്ല. ഇതുപോലെയാണ് മനുഷ്യജീവി. ഒരു തിരിയാകുന്ന ശരീരത്തിൽ ജീവന്റെ എണ്ണയൊഴിച്ച് പരമാത്മതത്വപ്രകാശമാകുന്ന ഒരു അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കുമ്പോൾ അതിങ്ങനെ കത്തിച്ചോണ്ടിരിക്കും. അങ്ങോട്ട് നീങ്ങും, ഇങ്ങോട്ട് നീങ്ങും, പടരും, കരിന്തിരിയാൻ തുടങ്ങും, പിന്നെ എണ്ണയൊഴിക്കും, പിന്നെയും കത്തി വരും. അത് ഉജ്ജ്വലമായിട്ട് ചിലപ്പോൾ കത്തും, ചിലപ്പോൾ കുറച്ച് ശേഷി കുറയും, ചിലപ്പോൾ തീരെ കുറയും, ചിലപ്പോൾ പിന്നെയും ആകും, വലുതാകും, ചെറുതാകും. എണ്ണയും തിരിയും തീർന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും സ്വീകരിക്കുന്ന അന്നവും പ്രാണനും തീർന്നു കഴിഞ്ഞാൽ തന്നെ കിടക്കും. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം എന്ന് അഗ്നി ഓരോ ക്ഷണവും നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഇത് പഠിക്കാറില്ല. എന്നും വിളക്ക് കത്തിക്കുന്നത്, പക്ഷെ ഇതൊന്നും നമ്മൾ അഗ്നിയിൽ നിന്നും പഠിക്കാറില്ല. അപ്പം ആരൊക്കെയാണ് ഗുരു, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ഈ അവധൂത രാമനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. കാലേന ഹ്യോഹവേഗേന ഭൂതനം പ്രഭവപ്യയോ നിത്യാവപി ന ദൃശ്യത്തെ ആത്മനോജ്ഞേർയഥാർച്ചുഷാം. കാലേന ഹ്യോഹവേഗേന ഭൂതാനം പ്രഭവപ്യയോ നിത്യാവപി ന ദൃശ്യത്തെ ആത്മനോജ്ഞേർയഥാർച്ചുഷാം. ഗുണേർഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി ന ദേശു യുജ്യത്തെ യോഗി ഗോഭർഗാ ഇവ ഗോപതി. ഗുണൈഹി ഗുണാനുപാദത്തെ, അടുത്ത സൂര്യൻ. ഗോപതി, ഗോപതി എന്ന് വെച്ചാൽ സൂര്യൻ. ഗോക്കളുടെ പതിയാണ് ഗോപതി. ഗോ എന്ന വാക്കിനർത്ഥം രശ്മി എന്നാണ്. ആ രശ്മികളുടെ പതിയാണ് സൂര്യൻ, ഗോപതി എന്ന്. അധ്യാത്മരാമായണത്തിൽ രഹസ്യം പറയുന്നുണ്ട്. ഗോപതിമാർ ഉദയം ചെയ്ത പോലെ സപ്തർഷിമാര് വാൽമീകിയുടെ മുമ്പിലേക്ക് എത്തുന്നത് ഗോപതിമാർ ഉദയം ചെയ്ത പോലെയാണ്, സൂര്യൻ ഉദിച്ചതുപോലെയാണ്. അത് മലയാളത്തിൽ എഴുത്തശ്രീ വാക്ക് പ്രയോഗിക്കുന്നത് നമ്മൾ അറിയാറില്ലെന്നേ ഉള്ളൂ. ഗോഭിഹി, രശ്മികളെ കൊണ്ട്, ഗോപതിഹി ഗാ ഇവ ജലത്തെ എന്ന പോലെ ഒരു യോഗി ആ വിഷയങ്ങൾ ന യുജ്യതേ, യോജിക്കില്ല. തേഷു ന യുജ്യതേ യോഗി. എങ്ങനെയാണ്? ഗുണൈഹി ഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി. ഗുണൈഹി, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഗുണാൻ, ഇന്ദ്രിയ ഗുണങ്ങളായ വിഷയങ്ങളെ, ഉപാദത്തെ സ്വീകരിക്കുന്നു, വിമുഞ്ചതി, വിടുന്നു. സൂര്യൻ ഏത് കാലത്ത്, മഞ്ഞുകാലത്തും വേനൽക്കാലത്തും മഴക്കാലത്തും തന്റെ കിരണങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ഉഷ്ണകാലം വരുമ്പോൾ വെള്ളത്തെ സ്വീകരിച്ച് അത് വർഷകാലത്തിൽ തിരിച്ച് ഭൂമിക്ക് തന്നെ വരും. എന്നാൽ ഞാൻ ജലമെടുത്ത ആളാണെന്നോ ഞാൻ ജലം വിട്ടുകൊടുക്കുന്ന ആളാണെന്നൊരു അഭിമാനം ആർക്കില്ല, സൂര്യനില്ല. അഭിമാനം അല്പം പോലും ഇല്ലാതെ ഈ കൃത്യം ചെയ്തുകൊണ്ടേ ഞാൻ ആണ് നിങ്ങൾക്കെല്ലാം വെള്ളം തരുന്നവൻ എന്ന് വിളിച്ചു പറയില്ല, അഭിമാനമില്ല. അതുപോലെയാണ് ഒരു യോഗിയും. ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളൊക്കെ സ്വീകരിക്കും. ആവശ്യക്കാർക്ക് സമയം വരുമ്പോൾ അതൊക്കെ ഉപദേശിച്ചു കൊടുക്കും. പക്ഷേ ഞാൻ വിഷയങ്ങളെ സ്വീകരിക്കുന്നവനാണെന്നും ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്നവനാണെന്നും അഭിമാനം യോഗിക്ക് ലേശം പോലുമില്ല. ഇത് സൂര്യനിൽ നിന്ന് പഠിക്കും. ഗുണേ ഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി ന തേഷു യുജ്യതേ യോഗി ഗോപതി.
ഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി നദേഷു യുജ്യത്തെ യോഗി ഏകോഭർഗായിവ ഗോപതി ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥൈവ തദ്ഗതാം ലക്ഷ്യത്തെ സ്ഥൂലമതിഭി ആത്മാച അവസ്ഥിതോ കവത്. ബുദ്ധ്യതേ സ്വേന ഭേദേന, സ്വന്തം ഭേദം കൊണ്ട് സ്വന്തമായ എങ്ങനെയാണ് തനിക്ക് ഭേദങ്ങൾ വരിക? പ്രതിബിംബം കൊണ്ട്. ഇതുപോലെയാണ് സൂര്യൻ വ്യക്തിസ്ഥ വ്യക്തിസ്ഥനാണെങ്കിലും അതിലേക്കൊക്കെ വ്യാപരിക്കും. സൂര്യന്റെ പ്രതിബിംബങ്ങൾ, സൂര്യൻ ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കുളത്തിലും കിണറ്റിലും പുഴയിലും പാത്രത്തിലെ വെള്ളത്തിലും ഒക്കെ ആ സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പ്രതിഫലിക്കുമ്പോൾ ഇതൊക്കെ വേറെയായിട്ട് കാണപ്പെടും. പക്ഷെ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഈ സൂര്യൻ ഇല്ലാണ്ടായാൽ പ്രതിബിംബങ്ങളൊന്നുമില്ല. സൂര്യൻ വേറെയാണ്, പ്രതിബിംബം വേറെയാണ്. പക്ഷെ സൂര്യന്റെ തന്നെയാണ് പ്രതിബിംബം. ഇതുപോലെ ഭേദഹീനനായി സർവാത്മാവായിരിക്കുന്ന പരമേശ്വരൻ ഓരോ ശരീരത്തിലും ജീവരൂപേണ പ്രവേശിക്കുന്നതാണ്. ശരീരത്തിൽ അഹംബുദ്ധിയുള്ള ഞാൻ വേറെയാണ്, അവൻ വേറെയാണ് എന്നിങ്ങനെ ഭേദമായിട്ട് കാണപ്പെടും. കുളത്തിലെ സൂര്യൻ, കിണറ്റിലെ സൂര്യൻ, നദിയിലെ സൂര്യൻ, ബക്കറ്റിലെ സൂര്യൻ എന്നിങ്ങനെ ഒരു സൂര്യന് ഭേദം കൊണ്ട് പലതായിട്ട്, ഇന്ന വീട്ടിലെ ഞാൻ, അപ്പുറത്തെ വീട്ടിലെ ഞാൻ, വഴിയിൽ നിൽക്കുന്ന ഞാൻ, ബസ്സിൽ കയറിയിരിക്കുന്നവൻ എന്നിങ്ങനെ ഓരോരോ ഭേദചിന്തകൾ കാണുക മാത്രമാണ്. സൂക്ഷ്മം ആലോചിച്ചാൽ ഇത് ദോഷഫലമാണ്. എല്ലാറ്റിനും പരിപൂർണമായി വിളങ്ങുന്ന ഈശ്വരന് നാനാത്വമുണ്ട് എന്ന് കാണിക്കാൻ ഈ ഭ്രാന്തിജ്ഞാനം പോരാ. ആത്മാവ് ഏകനാണ്, എല്ലാറ്റിലും പരിപൂർണമായി വിളങ്ങുന്നവനാണ് എന്ന് സൂര്യനിൽ നിന്ന് പഠിച്ചു. ലക്ഷ്യതേ സ്ഥൂലമതിഭിഹി ആത്മാച അവസ്ഥിതോ അർക്കവത്. ആത്മാവ് അർക്കനെ പോലെ സ്ഥിതി ചെയ്യുകയാണ്. സൂര്യൻ ഒന്നേ ഉള്ളൂ. ആയിരക്കണക്കിന് പ്രതിബിംബങ്ങൾ സൂര്യനുണ്ടാകാം, ലക്ഷക്കണക്കിനുണ്ടാകാം, കോടിക്കണക്കിനുണ്ടാകാം. എത്രയൊക്കെ ഉണ്ടായാലും സൂര്യൻ ഒരു കുറവുമില്ല, കൂടുതലുമില്ല. ഉപാധികൾ മാറുമ്പോൾ സൂര്യൻ ഒന്നേ ഉള്ളൂ. ഇതെല്ലാം അതിലേക്ക് ചെന്നില്ലേ. ഇതുപോലെയാണ് ജീവാത്മാക്കൾ കോടിക്കണക്കിനുണ്ടെങ്കിലും പരമാത്മ തത്വസ്വരൂപം ഒന്നേ ഉള്ളൂ. അതാണ് ഈശ്വരൻ, അതാണ് ഇവിടെ സൂര്യൻ എന്ന് മനസ്സിലാക്കണം. ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥൈവ തദ്ഗതാം ലക്ഷ്യതേ സ്ഥൂലമതിഭിരാത്മാച അവസ്ഥിതോർഗവത്. ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥൈവ തദ്ഗതാം ലക്ഷ്യതേ സ്ഥൂലമതിഭിരാത്മാച അവസ്ഥിതോർഗവത്. ബുദ്ധ്യതേ സ്വേന ഭേദേന വ്യക്തിസ്ഥൈവ തദ്ഗതാം ലക്ഷ്യതേ സ്ഥൂലമതിഭിരാത്മാച അവസ്ഥിതോർഗവത്. നാതിസ്നേഹ പ്രസംഗോ വാ കർത്തവ്യക്വാദികേന ജൻ കുർവൻ ദിന്ദേത സന്താപം കപോതൈവ ദീനധീഹി. അതിസ്നേഹ, അതിസ്നേഹമില്ല. പ്രസംഗോ വാ കർത്തവ്യ, സന്ദർഭമനുസരിച്ച് കർത്തവ്യം ചെയ്യപ്പെടേണ്ടതാണ്. വാപി, ഒരിടത്ത്, കേനചിത്, ആരാൽ, കുർവൻ, ചെയ്തുകൊണ്ട്, വിന്ദതേ സന്താപം, സന്താപം അനുഭവിക്കുന്നു. കപോതൈവ ദീനധീ, കപോതത്തെ ദീനധിയായിട്ട്, ദുഃഖിതധിയായിട്ട്. ഒരാളോടും ഒരിക്കലും അധിക സ്നേഹം വയ്ക്കരുത്. അധികം ബന്ധുത്വമോ ചേർച്ചയോ ചെയ്യരുത്. അത് ദുഃഖത്തിന് കാരണം. ഇത് ഒരു കപോതമാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു മാടപ്രാവിന്റെ കഥ ഉദാഹരിക്കാം. ആ മാടപ്രാവ് പഠിപ്പിച്ചൊരു പാഠമില്ല.
ജീവിതത്തിൽ ആരോടും ഒരിക്കലും അധിക നാൾ സ്നേഹം വെച്ച് പുലർത്തരുത്. കുറച്ചു നാളെ ഇതൊക്കെ പറ്റുള്ളൂ, അങ്ങ് വരെ നിലനിൽക്കുന്നതല്ല. അങ്ങനെ ചെയ്താൽ ദുഃഖത്തിന് കാരണമാകും. അങ്ങനെ ചെയ്യുന്നവർ അവിവേകികളാണ്. ദൃഷ്ടാന്തമായി ഒരു കപോത പക്ഷിയുടെ കഥ പറയാം. അത് സ്നേഹം കൊണ്ട് നശിച്ചുപോയ ഒരു കപോതത്തിൽ നിന്നും അത്യാസക്തി അനർത്ഥമാണ് എന്ന് ഞാൻ പഠിച്ചു. അത് ഈ പ്രപഞ്ചത്തിലെ പക്ഷി നിരീക്ഷണം കൊണ്ട് കണ്ടെത്തിയതാണ്. എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തെ പഠിക്കാൻ പറ്റിയത്? ഈ പ്രപഞ്ചം ഒരു വലിയ ഗ്രന്ഥമല്ലേ, എന്താ അതിലില്ലാത്തത്? അതിലെ ഓരോ പേജുകളും മറിച്ച് നോക്കൂ, എത്രയെത്ര അറിവുകളാണ് ഈ പ്രപഞ്ചം തന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രം മതി, ഒരു ജീവിതത്തിന് വേണ്ട സമസ്ത അറിവുകളും ഈ പ്രപഞ്ചം നമുക്ക് തരും. പ്രപഞ്ചം തന്നെ ഒരു ഗുരുവാണ്. എത്ര പേജുകളാണ്? എണ്ണമില്ലാത്ത പേജുകളല്ല. അതുകൊണ്ട് ഞാൻ പഠിച്ച ഒരു പാഠം, ഈ കപോത പക്ഷിയിൽ നിന്നും പഠിച്ച ഒരു പാഠം കൂടി പറഞ്ഞ് ഈ അധ്യായത്തിൽ പ്രസംഗിക്കുകയാണ്. പിന്നത്തെ ഇനി ബാക്കി വരുന്നു. നാതിസ്നേഹ പ്രസംഗോ വാകർത്തവ്യ ക്വാപികേനചിൻ കുറുവൻ ബിന്ദേത സന്താപം കപോതൈവ ദീനധീം. നാതിസ്നേഹ പ്രസംഗോ വാകർത്തവ്യ ക്വാപികേനചിൻ കുറുവൻ ബിന്ദേത സന്താപം കപോതൈവ ദീനധീം. നാതിസ്നേഹ പ്രസംഗോ വാകർത്തവ്യ ക്വാപികേനചിൻ കുറുവൻ ബിന്ദേത സന്താപം കപോതൈവ ദീനധീം. ഇനി ഈ അധ്യായം തീരുന്നവരെ ഈ പക്ഷിയുടെ കഥയാണ്. ആ കഥ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് തീരില്ല. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. അത് എല്ലാവർക്കും പരിചിതമായ ഒരു കഥയാണെങ്കിലും ഭാഗവതത്തിന് വഴിയിൽ കൂടി ഈ കഥയെ കണ്ടെത്തി പോകുമ്പോൾ ആ കഥ ഇടയ്ക്കിട്ട് നിർത്താതെ ഒന്നിച്ച കഥ അറിയുന്നതാണ് നല്ലത്. നമുക്ക് കപോതത്തിന്റെ കഥ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സാറേ ഞാനും എന്റേതെന്നും പറഞ്ഞ ഒന്ന് തന്നെയല്ലേ സാറേ? അല്ലല്ലോ, എന്റെ എന്ന് പറയുന്ന ആയിരക്കണക്കിനുണ്ടാവും. ഞാനൊന്നല്ലേ ഉള്ളൂ. ഞാനില്ല പിന്നെ എന്റേത് എങ്ങനെയാവുക? അതെ, ഈ ഞാനാണ് ഇവിടെ കാണുന്നതെല്ലാം എന്റേതാണെന്ന് വിചാരിക്കുന്നത്. എന്റെ എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ കാണുന്ന കോടിക്കണക്കിന് ദൃശ്യങ്ങളാണ്. ഞാനൊന്നല്ലേ ഉള്ളൂ. ഞാനൊന്നേ ഉള്ളൂ. ഈ കാണുന്നതെല്ലാം എന്റേതാണെന്ന് ഞാൻ അഭിമാനിക്കാം. സൂര്യന്റെ പ്രതിബിംബം പോലെയേ ഉള്ളൂ ഇത് മുഴുവൻ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ ഈ കാണുന്ന ഓരോ വസ്തുക്കളും. ജനിച്ചപ്പോ ഇതെല്ലാം കൊണ്ടാണോ ഇങ്ങോട്ട് വന്നേ? അല്ലല്ലോ. ഇപ്പൊ പിന്നെ ഇതെല്ലാം ഇവിടെ ഉള്ളത് തന്നെയല്ലേ. അത് ഈ പ്രപഞ്ചഗതമായ വസ്തുക്കളും പദാർത്ഥങ്ങളുമാണ്. അത് ഈശ്വര സൃഷ്ടമാണ്, ഞാൻ സൃഷ്ടിച്ചതല്ല. ഈശ്വരൻ്റെതാണ്. അത് എന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോ ദുഃഖം ഉണ്ടായി. സംശയങ്ങളില്ലെങ്കിൽ ഉപസംഹരിക്കാം. അടുത്ത ക്ലാസ് കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്തേ.